പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന MTയുടെ രണ്ടാം ഊഴം കന്നഡ നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുമെന്ന് റിപ്പോർട്ട്. 2026 ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. മണിരത്നം സംവിധാനം ചെയ്യുമെന്ന് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നുവെങ്കിലും സമയപരിമിതി കാരണം മണിരത്നം പിന്മാറിയെന്നും പകരം ഋഷഭ് ഷെട്ടിയെ നിർദ്ദേശിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട MT വാസുദേവനാരുടെ വളരെ ശ്രദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. അതായത് മഹാഭാരതത്തിനെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടൊരു രചനയാണ് രണ്ടാം ഊഴം. നമ്മൾ പണ്ടോട്ടെ കേൾക്കുന്ന രണ്ടാം ഊഴം സിനിമയാകാൻ പോകുന്നു, അതിൽ നായകനായിട്ട് മോഹൻലാലാണ് അഭിനയിക്കുന്നത്, നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് അഭിനയിക്കുന്നത് അല്ലേ. അത് പല പ്രാവശ്യം അത് ചർച്ചകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിൻ്റെ തിരക്കഥ അദ്ദേഹം MT സാറ് നമ്മുടെ ശ്രീകുമാർ മേനോനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് വൈകിപ്പിച്ചിട്ട് അദ്ദേഹം അത് കേസ് പറഞ്ഞ് തിരിച്ചു മേടിക്കുകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലാണ് നായകൻ എന്നുള്ള രീതിയിലാണ് അതെല്ലാം പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മളൊരു വാർത്ത കേൾക്കുന്നു, മോഹൻലാലിനെ മാറ്റി ഋഷഭ് ഷെട്ടി നായകനാകുന്നു അല്ലേ. ആർക്ക് വേണമെങ്കിലും നായകനാകും, അതിനകത്ത് യാതൊരു മാറ്റമില്ല. പക്ഷേ മോഹൻലാലിനെ അധിക്ഷേപിച്ചിട്ടുള്ള കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു അല്ലേ. മോഹൻലാൽ തടിയനാണ് അല്ല, മോഹൻലാൽ ഏജായി, അതായത് ഒരു ഭീമനാകാനുള്ള യോദ്ധാവിൻ്റെ ശരീരപ്രകൃതിയൊന്നും മോഹൻലാലിൽ ഇല്ല. അത് എന്തിനാണ് ഇങ്ങനെ മോഹൻലാലിനെ പരിഗണിക്കുന്നത്? ഋഷഭ് ഷെട്ടി ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. കാരണം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമൻ ഇപ്പം ഇത് മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടൊരു കഥയാണെങ്കിലും മഹാഭാരതം അത് കണക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയല്ല ഇത്. അതായത് ഭീമസേന എന്ന് പറയുന്ന ഈ കഥയിലെ നായകൻ വളരെ തടിയനായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അതുമാത്രമല്ല ഭീമസേന സിക്സ് പാക്കുള്ള ഈ പഴയ ആൾക്കാരൊക്കെ സിക്സ് പാക്ക്, ഈ ബാഹുബലി കണ്ടിട്ടാണ് നിങ്ങൾ ഇതൊക്കെ തീരുമാനിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് തെറ്റ്. പഴയ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ ഫോട്ടോ എടുത്തിട്ട് പുള്ളി സിക്സ് പാക്ക് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം പണ്ടുള്ളവർക്ക് സിക്സ് പാക്ക് ഒന്നും വരാനുള്ള യാതൊരു വഴിയില്ല. രാജാക്കന്മാരൊന്നും സിക്സ് പാക്ക് തന്നെ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക, ഒരു മിത്തായിട്ടുള്ള കഥയാണ്. അത് നമ്മുടെ ഭീമന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ്, ഭീമന്റെ കഥാപശ്ചാത്തലം വെച്ചിട്ടാണ്, ഭീമന്റെ കണ്ണിലൂടെ ആ മഹാഭാരതം നമ്മളെ കാണിച്ചു തരാണ്. രണ്ടാം ഊഴം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ രണ്ടാം സ്ഥാനക്കാരനായി പോയ ഒരു യോദ്ധാവിന്റെ കഥയാണ്. അതായത് ഈ പാണ്ഡവരിൽ ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രമാണ് ഭീമസേനൻ എന്ന് പറയുന്നത്. പക്ഷേ അർജുനൻ കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ എപ്പോഴും നമുക്ക് ഭീമസേനന് കൊടുത്തിട്ടുള്ളൂ, എല്ലാവരും എല്ലാ കഥകളിലും. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ കാര്യത്തിലും അദ്ദേഹം രണ്ടാം സ്ഥാനക്കാരനായി പോകുന്ന ഒരാളുടെ മാനസിക സംഘർഷമാണ്. അതായത് താൻ സ്നേഹിച്ച പെണ്ണ് പോലും, ദ്രൗപദി പോലും തന്നെ രണ്ടാംകാരനായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാകുന്നു. അതായത് ആ കഥ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം നേരിട്ടുള്ള അനീതികളാണ്. അതായത് ഇപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ ഇപ്പൊ യുദ്ധം വരും, മഹാഭാരത യുദ്ധം വരുന്ന സമയത്ത് അർജുന്റെ മകനായിട്ടുള്ള അഭിമന്യു ഇല്ലേ, അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. ചക്രവർത്തിപ്പെട്ട് മരിക്കാൻ നേരത്ത് അഭിമന്യുവിന്റെ പേര് ഭയങ്കരമായിട്ട് കെട്ടിഘോഷിക്കുന്നുണ്ട്. അത് വീരനായിട്ടുള്ളൊരു പുത്രന് ജന്മം നൽകി അർജുനെ വാഴ്ത്തുന്നുണ്ട്. അതായത് അദ്ദേഹം പൊരുതി ജയിച്ചു എന്നൊക്കെ രീതിയിൽ. അതായത് അദ്ദേഹം ശരിയാണ്, അഭിമന്യു ഭയങ്കര പോരാട്ട വീരത്തിന്റെ ഒരു സിഗ്നൽ തന്നെയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ മറന്നു വരുന്ന ഒരു പേരുണ്ട്. കാരണം ഭീമസേനന്റെ മകനുണ്ട് ഘടോൽഗജൻ എന്ന് പറയുന്നത്. അതായത് ഹിഡിംബി എന്ന് പറഞ്ഞ ഒരു രാക്ഷസ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. കൗരവരെ ഭയങ്കരമായിട്ട് വെള്ളം കുടിപ്പിച്ച്, അതായത് കൗരവർ അദ്ദേഹത്തിന്റെ മുന്നിൽ തോറ്റുപോകുന്നുള്ള സ്ഥിതി വരെ വന്നിട്ടുണ്ട് ഈ ഘടോൽഗജൻ യുദ്ധം ചെയ്യുമ്പോൾ. അഭിമന്യു പക്ഷേ സത്യം പറഞ്ഞാൽ അവരെ ഡിഫീറ്റ് ചെയ്യുന്നൊന്നുമില്ല, അഭിമന്യു പോരാടുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഘടോൽഗജൻ ഇറങ്ങി കൗരവസേനയെ തന്നെ തകിടം മറിക്കുന്ന സീനുകളുണ്ട്. ലാസ്റ്റ് കർണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അർജുനു വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു വില്ല് അതായത് ഘടോൽഗജന് നേരെ പ്രയോഗിക്കുകയാണ് ചെയ്തത്. അതായത് ആ വില്ല് അർജുനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക, ഒരു തവണ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ആ വില്ല് ഘടോൽഗജനെ നേരെ വിട്ട് ഘടോൽഗജനെ കൊല്ലുകയാണ് ചെയ്തത്. കാരണം അത്ര ഭീമാകാരനായിട്ടുള്ള അത്ര ശക്തനായിട്ടുള്ള യോദ്ധാവായിരുന്നു ഘടോൽഗജൻ എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചു പോകുമ്പോഴും അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഘടോൽഗജൻ എന്ന് പറഞ്ഞ ആളെ തന്നെ എത്ര പേർക്ക് അറിയാം ശരിക്കും പറഞ്ഞാൽ, ഭീമസേനന്റെ മകനായിട്ടുള്ള. അത് കണക്കിന് ഈ ഘടോൽഗജന്റെ മകനുണ്ട് ബർബരികൻ, അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ള ഭയങ്കര അനീതിയാണ്. ഈ കൃഷ്ണൻ തന്നെ ഇതിനകത്ത് ഒന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അതായത് എന്തിനു വേണ്ടിയാണ് ഘടോൽഗജൻ മരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുന്നത്? അദ്ദേഹം ഒരു അസുരനാണ്, കാട്ടാളനാണ്. അദ്ദേഹത്തിന് ഞാൻ കൊല്ലാൻ തന്നെ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് അത് നമുക്കൊരു ബോണസ് ആയെന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ ഈ രണ്ടാം ഊഴം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മഹാഭാരതമല്ല, അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ പോകുന്ന മഹാഭാരതം. അതിനകത്ത് പല കഥാപാത്രങ്ങളും നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ട്. ദ്രൗപദി ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മൾ വിശ്വസിക്കരുത്, ശ്രീകൃഷ്ണനെ വിശ്വസിക്കരുത് എന്നുള്ള പറയുന്ന കുറേ സീക്വൻസ് ഒക്കെ അതിനകത്തുണ്ട്. അതായത് യുദ്ധം അദ്ദേഹത്തിന്റെ ഇച്ഛയാണെന്നുള്ള രീതിയിലേക്ക്. അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ ഭീമസേനന്റെ മാനസിക സംഘർഷങ്ങളുടെ കഥയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് വേണ്ടത്. അതിൽ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള വ്യക്തി തന്നെയാണ് മോഹൻലാൽ. പണ്ട് ഇതിന്റെ ഒരു ചെറിയൊരു ആവിഷ്കാരം നടന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ മമ്മൂക്കായിരുന്നു നായകനായിട്ട് അഭിനയിച്ചത്. അതായത് ഭീമം എന്ന് പറഞ്ഞ് ഒരു നാടകം കണക്ക് ഒരു 52 മിനിറ്റിന്റെ ഒരു ചെറിയൊരു പ്രസന്റേഷൻ നടന്നപ്പോൾ നമ്മുടെ മമ്മൂക്കായിരുന്നു ഈ ഒരു ഭീമം എന്ന് പറഞ്ഞ ആ ഒരു എന്തായിരുന്നു പറയുന്ന അതിന്റെ ദൃശ്യാവിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് അഭിനയിച്ചിരുന്നത് ഭീമനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭീമന്റെ മാനസിക സംഘർഷങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഭയങ്കര അഭിനയശേഷിയുള്ളവർക്ക് തന്നെ ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ഋഷഭ് ഷെട്ടി മോശമാണെന്നല്ലേ പറയുന്നത്. മമ്മൂക്കായും ലാലേട്ടനെയും കണക്കത്ത ഒരു ഭയങ്കര ലെജൻഡായിട്ടുള്ള നമുക്ക് 2 ആക്ടേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ അവരെന്തിനാണ് കുറച്ച് കാണുന്നത് അല്ലേ? നിങ്ങൾ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്നവർ മോഹൻലാലിനെയും തള്ളിപ്പറയേണ്ട കാര്യമില്ല, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. കാരണം രണ്ടുപേരും വലിയ 2 മലകൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ജനിച്ചതിനെ വലിയ മഹാഭാഗ്യമായിട്ട് നമ്മൾ കരുതുക.